ഇന്നത്തെ വീഡിയോയിൽ ഷോൾഡർ വർക്കൗട്ട്സ് ആണ് ഞാൻ കാണിക്കുന്നത്. കോമൺ ആയിട്ട് നമ്മൾ ജിമ്മിൽ പോയാൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഒരാൾ ട്രെയിനർ അഡ്വൈസ് ചെയ്യുന്നതോ ആയിട്ടുള്ള 4 ടൈപ്പിലുള്ള ഷോൾഡറിൻ്റെ വർക്കൗട്ട്സ് ആണ് ഇന്നിവിടെ ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത്. സ്റ്റാൻഡിങ് ഡംബൽ ഷോൾഡർ പ്രസ് ആണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. ഇത് സീറ്റഡ് പോർഷനായിട്ട് ചെയ്യാം. എന്തുകൊണ്ട് സ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിങ് കുറേ കൂടെ ചലഞ്ചിങ് ആണ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ കോർ മസിൽസും കുറേ കൂടെ ആക്റ്റീവ് ആവും എന്നുള്ളതാണ്. ഷോൾഡറിന് എന്തിന് കോർ മസിൽസ് ആക്റ്റീവ് ആവണം എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞാൽ മതി. അത് എന്താ പറയണ്ടത്, നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് ബെനിഫിറ്റിന് കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു എക്സസൈസ് കാണിക്കുമ്പോൾ അത് ഒരു പെർട്ടിക്കുലർ മസിലിന് മാത്രമല്ല, അത് ഓവറോൾ നമുക്ക് എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അപ്പോൾ സ്റ്റാൻഡിങ് ഷോൾഡർ പ്രസ്സാണ് ആദ്യം ഞാൻ കാണിക്കുന്നത്. മുകളിലോട്ടുള്ള പുഷിങ് മൂവ്മെൻറ്റ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഡംബൽ താഴേക്ക് കൊണ്ടുവരേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. വളരെ കൺട്രോൾഡ് ആയിരിക്കണം ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. വെറുതെ ചുമ്മാ ഡംബൽ എടുത്ത് മുകളിലോട്ടും താഴോട്ടും എറിയുന്നതിന് പകരം ഗ്രിപ്പ് ടൈറ്റ് ചെയ്ത് ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കാല് തറയിൽ നല്ല ഉറപ്പിച്ച് നിന്നതിന് ശേഷം ഷോൾഡർ മാത്രം ഫോക്കസ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഷോൾഡറിൻ്റെ ഓവറോൾ സ്ട്രെങ്തും മാസും ഡെവലപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വർക്കൗട്ടാണ് സ്റ്റാൻഡിങ് ഷോൾഡർ പ്രസ് വർക്കൗട്ട്. നോർമലി 2 to 3 സെറ്റ്സ് ഓഫ് 12 to 15 റെപ്സ് ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 സെറ്റ് നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 റെപ്സിൻ്റെ 2 സെറ്റ് ഈ പേസിലും ഈ ഫോമിലും ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ്സ് ഇനഫ്. രണ്ടാമതായിട്ട് കാണിക്കുന്നത് സ്റ്റാൻഡിങ് സൈഡ് റൈസസ് അഥവാ ലാറ്ററൽ റൈസസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഇതിലെപ്പോഴും നോക്കിയാൽ നിങ്ങളുടെ ഗ്രിപ്പ് വളരെ ഫേമായിട്ട് ഹോൾഡ് ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഡെൽറ്റോയിഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം ഈ വർക്കൗട്ട് പെർഫോം ചെയ്യേണ്ടത്. ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാക്ക് സ്ട്രെയിറ്റ് ചെയ്ത് നിന്ന് ഷോൾഡർ ബാക്കിലേക്ക് റോൾ ചെയ്ത് നിൽക്കുക. എന്നതിന് ശേഷം സൈഡിലേക്ക് റേസ് ചെയ്യുക. ഒരു കാരണവശാലും റിസ്റ്റ് ഒന്നും ഇങ്ങനെ തൂങ്ങി ചെയ്യരുത്, അല്ലെങ്കിൽ റിസ്റ്റ് അപ്പ് ചെയ്ത് ചെയ്യരുത്. റിസ്റ്റ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കുക. ഡെൽറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്രം ഈ വർക്കൗട്ട് പെർഫോം ചെയ്യുക. ഒരുപാട് പേര് ജിമ്മിൽ ഇങ്ങനെ ആടിയൊക്കെ ചെയ്യുന്ന വർക്കൗട്ടാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ട് ഈ വർക്കൗട്ടിൻ്റെ റിസൾട്ടേ നിങ്ങൾക്ക് പോകും. അതുകൊണ്ട് മാക്സിമം മസിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഈ മൊമെൻറ്റം ഇല്ലാതെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ 15 റെപ്പറ്റീഷൻ്റെ 2 സെറ്റ് തന്നെ ധാരാളം. മാക്സിമം നിങ്ങൾക്ക് 3 സെറ്റ് ചെയ്യാം. ബിഗിനേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. ഡെൽറ്റോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മസിൽസിൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. ആക്ച്വലി മെയിൻലി നമ്മൾ ഡെൽറ്റോയിഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 3 പോർഷൻ ഉണ്ട്: ആൻറ്റീരിയർ, മിഡിൽ, പോസ്റ്റീരിയർ. ഇപ്പോൾ ചെയ്ത ലാറ്ററൽ റൈസസ് എന്ന് പറയുന്ന അഥവാ സൈഡ് റൈസസ് എന്ന് പറയുന്ന വർക്കൗട്ട് നിങ്ങളുടെ ഷോൾഡറിൻ്റെ മിഡിൽ പോർഷൻ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഇഞ്ചുറി വരുന്ന ഒരു പോർഷനാണ് ഷോൾഡർ. ഷോൾഡറിൻ്റെ റീഹാബിലിറ്റേഷൻ വർക്കൗട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. എന്നിരുന്നാലും പറഞ്ഞോട്ടെ, ഷോൾഡറിനെ എസ്പെഷ്യലി നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് മാത്രം എടുത്തിട്ട് ചെയ്യുക. നിങ്ങളുടെ ഓവറോൾ ബോഡിയുടെ പവർ ഒന്നും എടുത്തിട്ട് ചെയ്യുന്ന വെയിറ്റ് ഒരിക്കലും എടുക്കരുത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ ചെയ്ത ലാറ്ററൽ റൈസസ് എന്ന് പറയുന്നത് 7.5 kg ആണ്. എനിക്ക് വേണമെങ്കിൽ പ്രോബ്ലി 12.5 or 15 ഒക്കെ ചെയ്യാം. പക്ഷേ ആ വർക്കൗട്ട് എന്ന് പറയുന്നത് എഫക്റ്റീവ് അല്ല. തീർച്ചയായിട്ടും എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് മസിലാണ്, വെയിറ്റിലല്ല. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഡംബൽ ഷ്രഗ്സ് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 12.5 ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് ഈ കാണുന്ന ഡംബൽ ഷ്രഗ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ബാർബെല്ലും ചെയ്യാം. നോർമലി നിങ്ങളുടെ ബാർബെല്ല് ഫ്രണ്ടിൽ ഹോൾഡ് ചെയ്ത് വെയിറ്റ് സൈഡിൽ ലോഡ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിൽ ബാർബൽ ഷ്രഗ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കംഫർട്ടബിൾ ആവുന്നതും ഡംബൽ ഷ്രഗ്സ് തന്നെയാണ്. ഇതാണ് നിങ്ങളുടെ എപ്പോഴും ഷോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആംഗിൾ. അപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഡംബലിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇതിനാർക്കും തർക്കിക്കണമെങ്കിൽ തർക്കിക്കാം, പക്ഷേ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡംബൽ ഷ്രഗ്സ് ആണ് കാണിച്ചിരുന്നത്. ഇത് നമ്മുടെ ട്രപ്പീസിയസ് അഥവാ ട്രാപ്സ് എന്ന് പറയുന്ന ഷോൾഡറിൻ്റെ മാത്രമല്ല, ഇത് ബാക്കിലും കൂടെ വരുന്ന ഒരു മസിൽ ഗ്രൂപ്പാണ് ട്രപ്പീസിയസ് അഥവാ ട്രാപ്സ് എന്ന് പറയുന്ന മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രിപ്പ് എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും ചുറ്റി തന്നെ പിടിക്കുക. ഗ്രിപ്പ് കാരണം തമ്പ് ഓണ്ട് ചെയ്ത് തന്നെ പിടിക്കുക. ട്രപ്പീസിയസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഷോൾഡറിൻ്റെ ഇവിടെ നിന്ന് നിങ്ങളുടെ ലോവർ ബാക്ക് വരെ എൻഡ് ചെയ്യുന്ന
ഒരു മസിൽ ഗ്രൂപ്പാണ് ട്രപ്പീസിസ് എന്ന് പറയുന്നത്. ലാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്ന വർക്കൗട്ട് കേബിൾ ഫേസ് പുള്ളാണ്. ഇത് നിങ്ങൾക്ക് റോപ്പിലും പെർഫോം ചെയ്യാം, അറ്റ് ദ സെയിം ടൈം റോഡിൽ പെർഫോം ചെയ്യാവുന്ന വർക്കൗട്ടാണ്. ഞാനിപ്പോൾ കേബിളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒത്തിരി പേര് ഇതിൻ്റെ ഗ്രിപ്പ് ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യാറുണ്ട്. തെറ്റൊന്നുമല്ല, പക്ഷെ ഞാൻ അതിൻ്റെ ഏറ്റവും ഓപ്റ്റിമം വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഗ്രിപ്പ് എപ്പോഴും നിങ്ങൾ കഴിയുന്നതും ഈ ഒരു ഗ്രിപ്പ് തന്നെ പിടിക്കുക. നിങ്ങൾ തന്നെ രണ്ടും ചെയ്ത് നോക്കുക. രണ്ടും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഫേസ് പുൾ എന്ന് പറയുന്ന വർക്കൗട്ടാണ്. ഇത് നിങ്ങളുടെ ഷോൾഡറിൻ്റെ ബാക്ക് പോർഷൻ റെയർ ഡെൽറ്റോയിഡാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ മസിൽ മാത്രം ഫോക്കസ് ചെയ്ത് പുള്ള് ചെയ്യുക. ഇത് കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോർ ആംസ് വർക്ക് ചെയ്യും എന്നുള്ളതല്ലാതെ ആ മസിലിന് പെർട്ടിക്കുലറായിട്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ചെസ്റ്റ് അപ്പ് ചെയ്ത് ബാക്ക് സ്ട്രൈറ്റ് ചെയ്ത് റെയർ ഡെൽറ്റോയിഡ് ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ റിസ്റ്റും ഫോർ ആമും ഒരേ ലൈൻ ഓഫ് ആക്ഷൻ മെയിൻറ്റെയിൻ ചെയ്ത് ബാക്കിലേക്ക് പുള്ള് ചെയ്യുക. കംപ്ലീറ്റ് സ്ട്രെച്ച് കൊടുക്കുക, ബാക്കിലേക്ക് സ്ക്വീസ് ചെയ്യുക, സ്ട്രെച്ച് പുൾ. ഇതും ഒരു 2 സെറ്റ്സ് 15 റെപ്പറ്റീഷൻ്റെ 2 സെറ്റ്സ് ഈ ഒരു പേസും ഫോമും ടെക്നിക്കും മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2 സെറ്റ് തന്നെ ധാരാളമാണ്. മാക്സിമം നിങ്ങൾക്ക് 3 സെറ്റ്സ് പെർഫോം ചെയ്ത് ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ജിമ്മിൽ പോയാൽ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 4 ഷോൾഡറിൻ്റെ വർക്കൗട്ടാണ് ഞാൻ കാണിച്ചിരുന്നിരിക്കുന്നത്. അടുത്ത വീഡിയോയിലേക്ക് ഞാൻ തീർച്ചയായിട്ടും ഷോൾഡറിൻ്റെ റീഹാബിലിറ്റേഷൻ, ഷോൾഡറിന് ഒരുപാട് പേര് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് റീഹാബിലിറ്റേഷൻ വർക്കൗട്ട് എന്താണ്, ഒരു ഇഞ്ചറി വന്നാൽ എങ്ങനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്തതിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്, ആനന്ദ് സേവ്യർ.